എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് ഒരു ഓണിയൻ ദോശ തയ്യാറാക്കാം. അപ്പം ഞാനൊരു 3 കുഞ്ഞ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് മുളക് പൊടി. മുളക് പൊടിക്ക് വരെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഗ്യാസ് ഓൺ ചെയ്തു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ സവോള ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി. മുളക് പൊടിക്ക് പകരം പച്ചമുളകാണെങ്കിൽ മതിയാവും. ഞാൻ പിന്നെ ശകലം ഒന്ന് ഒരു റെഡ് കളറിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്തതാണ്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി മറിച്ചിട്ട് കൊടുക്കാം. പ്ലേറ്റ് എടുക്കാൻ മറന്നു, പ്ലേറ്റ് എടുത്തുകൊണ്ട് തരാം. ഇതിൻ്റെ ഇവിടെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഓണിയൻ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ശകലം ഒന്ന് മടക്കിയിട്ടാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.